വീഡിയോസിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ലിപ് ലൈറ്റനിങ് ഓയിൽ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ചുണ്ട് എപ്പോഴും ഡാർക്കായി കൊണ്ടേയിരിക്കും. അതിപ്പോൾ ഒരു ദിവസം 2 ദിവസം ചെയ്തുകൊണ്ട് എന്തെങ്കിലും റെമഡി ചെയ്തുകൊണ്ട് മാറില്ല. റെഗുലറായിട്ട് നമ്മൾ ഒരു റൂട്ടീനായിട്ട് ചെയ്താൽ മാത്രമാണ് അതിനൊരു പരിഹാരം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ലിപ്പ് ഡാർക്കനായി പോകുന്ന പല കാരണങ്ങളുണ്ട്. അപ്പം സ്മോക്കിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ വേറെ റെമഡീസാണ്. അല്ലാണ്ട് നമ്മൾ ലിപ്പ് ഒട്ടും ശ്രദ്ധിക്കാണ്ട് നമ്മുടെ ലിപ്പ് ഡാർക്കനായിട്ട് പോകുകയെന്നുണ്ടെങ്കിൽ അത് ലൈറ്റൻ ചെയ്യാനായിട്ടുള്ള ഒരു റെമഡിയാണ് ഇന്നത്തെ എന്ന് പറയുന്നത്. അപ്പം എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന, എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ലിപ്പ് ലൈറ്റനിങ് ഓയിലാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആ വീഡിയോ കാണാനായിട്ട് മുന്നേ ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടപ്പുറത്തൊരു ബെലൈക്കൺ കൂടി ഉണ്ടാവും, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താലാണ് ഞാൻ ഇതുപോലെ വീഡിയോസ് ഒന്നും നിങ്ങൾക്ക് മിസ്സാവാണ്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആകെ വേണ്ടത് നമ്മുടെ ഉണക്കമുന്തിരിയാണ്. അപ്പോൾ കറുപ്പ മുന്തിരിയാണ് എടുക്കേണ്ടത്. ഞാനിപ്പോൾ ഒരു 5-6 എണ്ണമാണ് എടുത്തിട്ടുള്ളൂ. ഞാൻ ചൂടുവെള്ളത്തിൽ അല്ലെങ്കിൽ പച്ചവെള്ളത്തിൽ, ഏത് വെള്ളത്തിലായാലും കുഴപ്പമില്ല. അപ്പം വെള്ളത്തിലിട്ടിട്ട് സോക്ക് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ദിവസം ഫുള്ള് ഇതിട്ട് വെച്ച് നന്നായി കുതിരാൻ വെക്കണം കേട്ടോ. അപ്പോൾ കുതിരാൻ വെച്ചതിന് ശേഷം വേണം നമുക്കിത് പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു 5-6 എണ്ണമൊക്കെ എടുത്താൽ മതി. നമുക്ക് ലിപ്പിലേക്കുള്ളതല്ലേ, അപ്പോൾ കുറച്ചെടുത്താൽ തന്നെ നമുക്ക് അത്യാവശ്യം കുറേ കാലത്തേക്ക് യൂസ് ചെയ്യാനുള്ളതായിട്ട് ഉണ്ടാവും. കുറേ എടുത്ത് വേസ്റ്റ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ പിറ്റേ ദിവസം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഒന്നും കൂടെ നന്നായി വീർക്കുമല്ലോ. അപ്പോൾ വീർക്കുമ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് അത് പിഴിഞ്ഞെടുക്കാം. അതിൻ്റെ വെള്ളം അധികം ഒഴിക്കരുത്, കുറച്ച് വെള്ളം തന്നെയാണ് ഒഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്നല്ലെങ്കിൽ ടീസ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ നമുക്ക് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം കേട്ടോ. ഒരുപാട് വെള്ളം ആക്കണ്ടെന്ന് പറയാൻ കാരണം വേറെ ഒന്നുമല്ല, ഇത് നമ്മൾ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുന്നുണ്ട്. അപ്പം ഓൾറെഡി ഇതൊരു നന്നായി കുറുകി വരാനുള്ള ഒരു അത്രയും ടൈം എടുക്കും. അപ്പോൾ വെള്ളം കൂടുമ്പോൾ അതിനനുസരിച്ച് പിന്നെയും ടൈം എടുക്കും. അത് കാരണം കൊണ്ടാണ് കുറച്ച് വെള്ളം അതിന് എന്താ പറയുക, ഇടുന്ന എമൗണ്ടിട്ട് അത്രയ്ക്ക് മുന്തിരി കുടിക്കാൻ ആവശ്യമുള്ള അത്രയും വെള്ളമില്ലേ, അത്ര ഇട്ടാൽ മതി. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം കണക്കറിയാമല്ലോ, അത് മുങ്ങിക്കിടക്കാവുന്ന അത്രയും ഒരു അളവിൽ വെള്ളമൊഴിച്ചാൽ മാത്രം മതി. അത് കഴിഞ്ഞിട്ട് നമുക്കിതുപോലെ ഒന്ന് നന്നായിട്ട് ഇതുപോലെ ആക്കി കൊടുക്കാം. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡബിൾ ബോയിലിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് വെള്ളം വെച്ചാൽ മതി കേട്ടോ. കുറച്ച് വെള്ളം വെച്ചിട്ട് നമുക്ക് ആ പാത്രം അതിലോട്ട് ഇറക്കി കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഞാൻ അത്യാവശ്യം ഒരു അരമണിക്കൂറെങ്കിലും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും വെള്ളം വറ്റിക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ടൈം എടുത്തു. കൂട്ടിയിടാൻ പറ്റില്ല, കൂട്ടിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം അതിനകത്തോട്ടേക്കാവും. അത് കാരണം കൊണ്ട് കുറച്ചിട്ടിട്ടാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ദാ ഇതുപോലെ ആയിട്ടുണ്ട്, നന്നായി കുറുകി വരണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് വേണമെങ്കിൽ ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. കോക്കനട്ട് ഓയിലോ ആൽമണ്ട് ഓയിലോ ഓർഗൺ ഓയിലോ ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ ഇതിനകത്തേക്ക് ഇട്ടേക്കുന്നത് നമ്മുടെ ബട്ടറാണ് ഇട്ടേക്കുന്നത്. അപ്പം അതിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുള്ളൂ. അതിന് ശേഷം നമുക്കിത് നല്ലൊരു അരിപ്പ് വെച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളും അങ്ങനെ കിട്ടില്ല. അത് കാരണം കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു കോട്ടൺ തുണി എടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ നെറ്റ് കയ്യിലുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ് വെച്ചെടുക്കാം. നെറ്റ് വെച്ചെടുത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നന്നായിട്ട് എക്സ്ട്രാക്റ്റ് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഒരു കോട്ടൺ ക്ലോത്ത് ആയാലും കുഴപ്പമില്ല. അകലമുള്ള ക്ലോത്ത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങനെ കിട്ടില്ല. അപ്പോൾ ഇത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി കണ്ട് ഞങ്ങൾ കുറച്ചുള്ളൂ എന്ന് വിചാരിക്കേണ്ട. ഇത് നന്നായി പിഴിഞ്ഞ് എടുത്ത് വരുമ്പോഴത്തേനും നമുക്ക് അത്യാവശ്യമുള്ള അത്രയും തന്നെ കിട്ടും കേട്ടോ. കൂടുതൽ ഉണ്ടാക്കി വെക്കേണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇത് ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവും തന്നെയല്ലേ. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാമല്ലോ. അപ്പോൾ കുറേ ഉണ്ടാക്കി വെക്കേണ്ട ആവശ്യമില്ല, നാശമായി പോകുന്നില്ല കേട്ടോ കുറേ ഉണ്ടാക്കി വെച്ചാലും. അപ്പം ഇത് നന്നായിട്ട് ഇതുപോലെ പിഴിഞ്ഞെടുക്കാം. നന്നായി ഫുള്ളും എല്ലാ സ്ഥലത്തും നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. അരിപ്പ് വെച്ചെടുക്കുമ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടില്ല, അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. ഇതാകുമ്പോൾ നമുക്ക് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം, നമ്മുടെ ഇഷ്ടത്തിന് ഫുള്ളും കിട്ടുന്ന അത്രയും. അപ്പം നന്നായിട്ട് എടുക്കാം. അപ്പം എടുത്തു വന്ന അവസാനമാകുമ്പോഴത്തേന് ഇത്രയും കിട്ടുന്നുണ്ട്. ഇതേ കണ്ട, ഇതിനൊരു ലൈറ്റ് നല്ല കോഫി ബ്രൗൺ കളറാണ്. അപ്പോൾ ഇത് നമുക്ക് ഒഴിഞ്ഞ ഏതെങ്കിലും ഒരു ബോട്ടിലാക്കി വെക്കാം. ഇപ്പം നിങ്ങളുടെ കയ്യിൽ പഴയ സെൻറ്റിൻ്റെ കുപ്പി ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാലോ, അല്ലെങ്കിൽ ഫില്ലർ പോലത്തെ ഏതെങ്കിലും ഒരു കുപ്പി ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാലോ, അങ്ങനത്തെ ഏതെങ്കിലും ഒരു കുപ്പിക്കകത്താക്കി വെക്കാം. അപ്പം ഈ സെൻറ്റിൻ്റെ കുപ്പി എടുക്കുമ്പോൾ നന്നായിട്ട് ചൂടുവെള്ളത്തിലിട്ട് കഴുകണം. കാരണം സെൻറ്റിൻ്റെ മണം പോകാൻ ഇത്തിരി പാടാണ്.
അപ്പോൾ നന്നായിട്ടത് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം വേണം നമുക്കിതിലേക്ക് പകർത്താനായിട്ട്. ഏതെങ്കിലും ഫില്ലർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ടീസ്പൂൺ വെച്ചിട്ടോ നമുക്ക് ഇതിനകത്തേക്ക് പകർത്താം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഫില്ലറാണ്. അപ്പോൾ മുന്തിരി രാവിലെ വെള്ളത്തിലിട്ട് കഴിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഞാനും കഴിച്ചായിരുന്നു. തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം അതിൻ്റെ ചാറും അതും അടക്കം കുഞ്ഞുകുട്ടികൾക്കൊക്കെ നന്നായിട്ട് ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും നന്നായി വണ്ണം വയ്ക്കാനൊക്കെ വേണ്ടിയിട്ടും ഇത് കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ലൈറ്റൻ ചെയ്യാനായിട്ടും ബ്രൈറ്റൻ ചെയ്യാനായിട്ടും ഒരുപാട് നല്ലതാണിത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ചുണ്ടിനെ നന്നായിട്ട് മോയ്സ്ചർ ചെയ്ത് വയ്ക്കാനും നറിഷ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടും നന്നായി ലൈറ്റൻ ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ ഈ മുന്തിരി എന്ന് പറയുന്നത്. അപ്പോൾ അത് ഫേസിലൂടെ കേട്ടോ നമ്മുടെ. പിന്നെ ഇത് എപ്പോൾ യൂസ് ചെയ്യുമ്പോഴും നന്നായിട്ട് ഷേക്ക് ചെയ്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. പിന്നെ നെയ്യ് ചേർക്കുക എന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. വളരെ ക്വാണ്ടിറ്റി കുറവ് മാത്രം ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. നെയ്യ് എപ്പോഴും കട്ടിയായിട്ടിരിക്കണ കാരണം കൊണ്ട് ഇത് എപ്പോഴും മുകളിൽ നിൽക്കാനായിട്ടുള്ളൊരു ചാൻസ് കൂടുതലാണ്. അപ്പോൾ നെയ്യ് ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, വളരെ കുറവ് 1-2 ഡ്രോപ്പ് മാത്രം ആഡ് ചെയ്താൽ മതിയാകും. പിന്നെ കുറുക്കുമ്പോൾ ഒട്ടും വെള്ളം വരാൻ പാടില്ല. വെള്ളം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് നാശമായി പോവും. വെള്ളം ഇല്ലാണ്ട് നന്നായി കുറുകി എടുക്കണം. നമ്മൾ പാലൊക്കെ കുറുക്കിയെടുത്ത അവസാനം വെണ്ണ പോലെ ആവില്ലേ, അതേപോലെ വെള്ളം ഇല്ലാണ്ട് നന്നായി ടൈം എടുത്തിട്ട് തന്നെ കുറുക്കിയെടുക്കണം. പിന്നെ ഇപ്പോൾ യൂസ് ചെയ്യുമ്പോഴും ഷെയ്ക്ക് ചെയ്തിട്ട് യൂസ് ചെയ്യുക. നൈറ്റ് യൂസ് ചെയ്യുന്നതായിരിക്കും കൂടുതലും നല്ലത്. എനിക്ക് കുറച്ചും കൂടെ നല്ലൊരു റിസൾട്ട് തോന്നിയിട്ടുള്ളത് നൈറ്റ് യൂസ് ചെയ്യുമ്പോഴാണ്. കാരണം ഇതിനൊരു നൈറ്റ് ആകുമ്പോൾ നമ്മൾ കുറച്ച് നേരം കൂടെ ഒന്ന് ലിപ്പിലിരിക്കുമല്ലോ, പകലത്തെ മാതിരി അല്ലല്ലോ, കുറച്ച് റെസ്റ്റ് ചെയ്യാനൊക്കെ ഒരു സമയമല്ലേ. അപ്പോൾ അത് കാരണം കൊണ്ട് മിക്കതും ഒരു ഈവനിങ് കഴിഞ്ഞിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അത് ഏത് പാക്കായാലും നമ്മൾ എന്തെങ്കിലും ഒരു റൂട്ടീൻ ചെയ്യായാലും എപ്പോഴും നൈറ്റ് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. എനിക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയിട്ടുള്ളതും നൈറ്റ് ടൈമിൽ യൂസ് ചെയ്യുമ്പോഴായിരിക്കും. അപ്പം ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ചുണ്ട് ചുവന്ന് തുടുക്കുക അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല, കളറുകളൊന്നും കാണില്ല. ജസ്റ്റ് ഒരു ലിപ് ബാം യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതുപോലെയാണ് ഉണ്ടാവുക. അപ്പം ഇതാണ് ഓയിൽ, കാണുന്നുണ്ടാവുമല്ലോ. പിന്നെ പ്രത്യേകിച്ച് കളർ മാറ്റമൊന്നും വരില്ല. ഇപ്പോൾ നമ്മൾ ഈ ലിപ് ബാമോ അല്ലെങ്കിൽ ലിപ് ഗ്ലോസോ അങ്ങനത്തെ പോലെയുള്ള കളറൊന്നും വരില്ല. പക്ഷേ ഇത് നമ്മുടെ ചുണ്ടിനൊരു മോയ്സ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. കൂടുതലും ലിപ് കെയർ ചെയ്യുമ്പോൾ നമുക്ക് നൈറ്റ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പം മെയിനായിട്ട് ഇത് ഞാൻ ലിപ് കെയർ റൂട്ടീനിൽ ആഡ് ചെയ്യുന്ന ഒരു സംഭവമാണ്. പക്ഷെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പുറത്തേക്ക് പോകുമ്പോഴൊക്കെ വേണമെങ്കിലും ഇത് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതല്ലേ. രാവിലെ എണീക്കുമ്പോഴാണല്ലോ നമ്മുടെ ചുണ്ട് കൂടുതൽ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ഇത് എപ്പോഴും നൈറ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.